ഹലോ, ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് സാൽമൺ ഫിഷ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോത്തിൻ്റെ അടുത്തുള്ള സാൽമണാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്. ഈ മീനുണ്ടല്ലോ മുറിക്കാതെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമുക്കിത് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് ഈ മീൻ കിട്ടുക. അല്ല ഹലുവ പീസ് പോലെയാണ് ഇത് കിട്ടുക. എന്തായാലും ഞാൻ ഒരു വിധത്തിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കറിക്കുള്ളതും ഫ്രൈ ആക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വലിയുള്ളിയും കുറച്ച് ചെറുള്ളിയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ചെറുള്ളി കുറവായിരുന്നു. നിങ്ങൾ ചെറുള്ളി എടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വഴറ്റി നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് വഴറ്റിയിട്ട് അത് അടച്ചു വെക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ട് അത് മാറ്റാം. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ മീൻ കറി വെക്കുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 2 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഞാൻ വഴറ്റി കൊടുത്തു. ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ആ കുടംപുളി കൂടെ മിക്സാക്കിക്കാണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിക്കാണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ അതൊക്കെ വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനുള്ള സമയമാണിത്. ഈ സാൽമൺ ഫിഷ് ഉണ്ടല്ലോ, അത് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന മീനാണ്. നമ്മൾ കഴിക്കില്ല, കുറേ ആൾക്കാർ പച്ചക്ക് കഴിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഹൈ കണ്ടൻറ്റ് ഓഫ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതേപോലെ തന്നെ റിച്ച് പ്രോട്ടീനും പിന്നെ വേറെ കുറേ ന്യൂട്രിയൻസും ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള മീനാണിത്. അത് സാധാരണ എല്ലാവരും ഗ്രില്ല് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കേരള സ്റ്റൈലല്ലേ, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ മോനെ നല്ല അടിപൊളി കളർഫുൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും, നല്ല റെഡ് കളറിൽ. പിന്നെ ഈ മീനിൽ തന്നെ ഒരുപാട് എണ്ണ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.